മംഗളൂരു നഗരത്തിലെ KFC ഔട്ട്ലെറ്റിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മിന്നൽ പരിശോധന. പഴകിയതും ദുർഗന്ധം വമിക്കുന്നതുമായ ചിക്കൻ വിതരണം ചെയ്തു എന്ന ഉപഭോക്താവിന്റെ പരാതിയെ തുടർന്നാണ് നടപടി. KS റാവു റോഡിലെ സിറ്റി സെന്റർ മാളിൽ പ്രവർത്തിക്കുന്ന KFCയിലാണ് പരിശോധന നടന്നത്. ഓൺലൈനായി ഓർഡർ ചെയ്ത ചിക്കൻ പെരി പെരി ലെഗ്സ് പഴകിയതാണെന്നും മോശം രുചിയാണെന്നും കാണിച്ച് ഒരു ഉപഭോക്താവ് ആരോഗ്യവകുപ്പ് മന്ത്രി UT ഖാദറിന് പരാതി നൽകിയിരുന്നു. മന്ത്രിയുടെ അടിയന്തര നിർദ്ദേശപ്രകാരമാണ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയത്. ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘം കിച്ചൺ, സ്റ്റോർ റൂം, കോൾഡ് സ്റ്റോറേജ് എന്നിവിടങ്ങളിൽ വിശദമായ പരിശോധന നടത്തി. കോൾഡ് സ്റ്റോറേജിൽ പ്രവേശിച്ച ഉദ്യോഗസ്ഥർക്ക് രൂക്ഷമായ ദുർഗന്ധമാണ് അനുഭവപ്പെട്ടത്. ഇവിടെ ചിക്കൻ സൂക്ഷിച്ചിരുന്നത് ശരിയായ രീതിയിലല്ലെന്നും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഇതേ തുടർന്ന് ഔട്ട്ലെറ്റിന്റെ ഗോഡൌൺ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പൂട്ടി. ഇവിടെ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ മൈസൂരുവിലെ സർക്കാർ ലബോറട്ടറിയിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. നിലവിലുള്ള ചിക്കൻ സ്റ്റോക്കുകൾ പൂർണ്ണമായും നീക്കം ചെയ്യാനും കോൾഡ് സ്റ്റോറേജ് വൃത്തിയാക്കാനും ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ಔಟ್ಲೆಟ್ ಅಧಿಕೃತർക്ക് ನೋಟಿಸ್ നൽകിയിട്ടുണ്ട്. ಆಗಸ್ಟ್ 15ರಂದು ಗ್ರಾಹಕರೊಬ್ಬರು KFCಯಲ್ಲಿ ಚಿಕನ್ ಲೆಗ್ ಪೆರಿ ಪೆರಿ ಎನ್ನುವ ಒಂದು ವಸ್ತುವನ್ನು ಖರೀದಿಸಿ ಆನ್ಲೈನ್ ಮುಖಾಂತರ ಖರೀದಿಸಿ ಅದನ್ನು ಸೇವಿಸಿದ ಸಂದರ್ಭದಲ್ಲಿ ಚಿಕನ್ ಹಾಳಾಗಿದ್ದು ಹಾಗೂ ಕೆಟ್ಟ ವಾಸನೆ ಬರುತ್ತಿದ್ದು ಇಂತಹ ಒಂದು ಇದನ್ನು ಮಾರಾಟ ಮಾಡಿದ್ದು ಖರೀದಿ ಮಾಡಿಕೊಂಡಿರ್ತಾರೆ, ಈ ಥರ ಸಮಸ್ಯೆ ಆಗಿದೆ ಅಂತ ಒಂದು ದೂರು ಬಂದಿರ್ತದೆ. ಆ ದೂರಿನ ಮೇರೆಗೆ KS ರಾವ್ ಅಲ್ಲಿರುವಂಥ KFCಗೆ ಭೇಟಿ ನೀಡಿ ಅಲ್ಲಿಯ ಕಿಚನ್ನು, ಸಿಬ್ಬಂದಿಗಳನ್ನು, ಸ್ಟೋರೇಜು, ಇನ್ನಿತರ ಸೌಲಭ್ಯ ಇನ್ನಿತರ ಇದನ್ನು ಪರಿಶೀಲಿಸಿದಾಗ ಚಿಕನ್ ಸ್ವಲ್ಪ ಹಾಗಿದ್ದು ಮೇಲ್ನೋಟಕ್ಕೆ ಕಂಡು ಬಂದಿರ್ತದೆ ಹಾಗೂ വാസന ಬಂದಿರೋದು ಸಹ ಮೇಲ್ನೋಟಕ್ಕೆ ಕಂಡು ಬಂದಿರ್ತದೆ. ലാബ് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രം KFC ഔട്ട്ലെറ്റിനെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്. 40 വർഷമായി നിങ്ങളുടെ ജീവിതത്തിന്റെ പുതുതാളം. ബിന്ദു ജ്വല്ലറി. ഇറ്റ്സ് എ പ്രോമിസ് ഓഫ് ലൈഫ് ടൈം.